വിഷ്ണു പ്രകാശ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, ആരോഗ്യമന്ത്രി എത്തി. നേരത്തെ KC വേണുഗോപാൽ സംസാരിക്കുന്നത് കേട്ടു. ഇപ്പോൾ ഏത് രീതിയിലാണ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ശ്രീജ, ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ ഒരു എണ്ണം 10 പേരാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേർക്ക് ഗുരുതരമായിട്ടുള്ള തരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. 50% മുകളിൽ ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിൽ തന്നെ 2 പേര് വെന്റിലേറ്റർ സഹായത്തിലാണ് ഉള്ളത്. നിലവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ബേൺ ICUവിൽ, ബേൺ യൂണിറ്റിൽ അവർ സന്ദർശനം നടത്തുകയാണ്. അവിടെ ഡോക്ടർമാർ അടക്കമുള്ള, സൂപ്രണ്ട് അടക്കമുള്ള വിദഗ്ധ വൈദ്യ സംഘം ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ആശയവിനിമയം നടത്തി ഈ രോഗികളെ എല്ലാം കണ്ട ശേഷമാകും മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം വരിക. എന്തായാലും 8 പേരാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളവർ 8 പേരാണ്. ഇതിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഈ രാത്രി വൈകിയും ആരംഭിച്ചിട്ടുണ്ട്. 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത്തരത്തിലുള്ള ഈ പരിക്കേറ്റവർക്ക് വേണ്ടി വിദഗ്ധ ചികിത്സ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ട എല്ലാ നടപടികളും ഇവിടെ ഇതിനോടകം തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. അതൊക്കെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമീപ തന്നെയുള്ള മറ്റു ജനറൽ ആശുപത്രി, അതുപോലെ തന്നെയുള്ള മികച്ച ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളിലുള്ള ഡോക്ടർമാരെ ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിചരണമാണ് നിലവിൽ നടക്കുന്നത്. നേരത്തെ തന്നെ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഈ പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകൾ അടക്കമുള്ളവ സമീപത്തുള്ള ആശുപത്രികളിൽ നിന്നെല്ലാം ഇവിടേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ ഈ ജില്ലയ്ക്കകത്ത് നിന്ന് സാധ്യമായ, അല്ലെങ്കിൽ ഒരു പഴുതും ഇല്ലാത്ത വിധത്തിലുള്ള ചികിത്സയാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 പേർക്ക് 50% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ഉള്ളത്. ഇതിൽ തന്നെയാണ് 3 പേർക്ക് കുറെ കൂടെ ഗുരുതരമായിട്ടുള്ള ചികിത്സ വേണ്ടിവരുന്നത്, ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുള്ളത്. ഏതായാലും 2 പേരെ നിലവിൽ വെന്റിലേറ്റർ സഹായം നൽകിക്കൊണ്ടുള്ള ചികിത്സയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റ് ആശുപത്രികളിൽ നിന്ന്, ജില്ലയ്ക്ക് പുറത്തുനിന്ന് അടക്കമുള്ള മറ്റു മെഡിക്കൽ കോളേജ്, കോഴിക്കോട് അതുപോലെ കോട്ടയം, എറണാകുളം പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇതിന്റെ ഈ പൊള്ളൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ചികിത്സ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും ആരോഗ്യമന്ത്രി ഇപ്പോൾ നേരിട്ട് എത്തി ഈ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഡോക്ടർമാരുമായിട്ടുള്ള ആ ഒരു സംസാരത്തിന്, അല്ലെങ്കിൽ ഡോക്ടർമാരെ കണ്ട ശേഷം ആരോഗ്യമന്ത്രി പുറത്തോട്ട് വരുമ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറച്ചും കൂടിയുള്ള ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഏതായാലും ആരോഗ്യമന്ത്രി, മറ്റു വകുപ്പുകൾ മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, അതുപോലെ VN വാസവൻ, K കൃഷ്ണൻകുട്ടി, R ബിന്ദു തുടങ്ങിയ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ മന്ത്രിസഭയിലുള്ള, അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ള ആളുകളൊക്കെ, നേതാക്കന്മാരൊക്കെ ഇവിടേക്ക് ഓടിയെത്തി ഇവരുടെ ഒരു ചികിത്സയ്ക്കുള്ള ഒരു മേൽനോട്ടം വഹിക്കുകയും ഈ ചടങ്ങുകൾ, അല്ലെങ്കിൽ ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഒരു അപകടം നടന്ന ഉടനെ തന്നെ, വലിയ ദൂരമില്ല, ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടെ നിന്ന് ഈ ഒരു ആശുപത്രിയിലേക്ക് ഉള്ളത്. ഏതായാലും അതിനോടകം തന്നെ ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും, ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഞൊടിയിടയിൽ തന്നെ സജ്ജമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ആശുപത്രിയിലേക്ക് ചെറിയ നിസ്സാര പരിക്കേറ്റ ആളുകളെയൊക്കെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയ പരിസരത്തുള്ള ആശുപത്രികളിലൊക്കെ ചികിത്സ തേടിയവരുണ്ട്. പക്ഷേ ഗുരുതരമായി പൊള്ളലേറ്റതും ഈ അപകടത്തിൽ കാര്യമായി പെട്ടുപോയ ആളുകളെ എല്ലാവരെയും തന്നെ നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ബേൺ ICU ഇതിനു വേണ്ടി തന്നെ മാത്രം പ്രത്യേകം, ഈ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിന്റെ ഒരു ഭാഗം ഇതിനുവേണ്ടി മാത്രം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് നടന്ന ഈ സ്ഫോടന ദുരന്തവുമായി ബന്ധപ്പെട്ട അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഒരു ചികിത്സ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നേരത്തെ 8 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. അതിന് പുറമെ വിവിധ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ അത് ഒരാളുടെ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഉറപ്പുവരുത്താനായി അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു കാലതാമസമുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി DNA സാമ്പിളുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും അതിലൊരു സ്ഥിരീകരണം വരിക.
നിലവിൽ 8 പേരെയാണ് ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. 3 പേരുടെ പേരുവിവരങ്ങളാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. ഇനി മറ്റു പേരുവിവരങ്ങൾ ഒരുപക്ഷെ ആരോഗ്യമന്ത്രി പുറത്തു വരുമ്പോൾ ബാക്കി 8 പേരുടെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും. നിലവിൽ ഇതുവരെ നമുക്ക് വിഷ്ണുവിലേക്ക് മടങ്ങിയെത്താം.